കോൺഗ്രസ് നേതാവ് മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ പത്മകുമാറിന്റെ അറസ്റ്റും സംഭവിച്ചിരിക്കുകയാണ്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം പ്രതിപക്ഷം പല ഘട്ടങ്ങളിൽ ഉയർത്തിയതാണ്. ഇപ്പോഴിതാ ആ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? അന്വേഷണത്തിന്റെ അവസാനത്തെ പോയിന്റ് അല്ലല്ലോ പത്മകുമാർ. പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തി. അവർക്ക് തെളിവുകൾ കിട്ടിയിട്ടുള്ളത് കൊണ്ടാകാം. ഇതിന് മേളിലേക്ക് വീണ്ടും പോകാൻ പറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനാവശ്യമായ തെളിവുകളുണ്ടെങ്കിൽ SIT അതുമായി മുന്നോട്ട് നീങ്ങിയേ മതിയാവും. ഇവിടെ നിശ്ചയമായും അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തെ കടിഞ്ഞാണിടാതിരുന്നാൽ മതി. ഇതുവരെ അത് കറക്റ്റായി പോകുന്നു. പക്ഷേ ഇതിന് മേളിലേക്ക് പോകുമ്പോൾ അന്വേഷണ സംഘത്തെ നിഷ്ക്രിയമാക്കി കളയുമോ എന്നുള്ള ഒരു ചിന്ത ജനങ്ങളുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് അന്വേഷണ സംഘം കീഴടങ്ങരുത്. അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. ഹൈക്കോടതിയും ഈ കാര്യത്തിൽ നല്ല കറക്റ്റായ നിലപാടെടുത്തത് കൊണ്ടാണ് ഈ കേസ് ഇവിടം വരെ എത്തിയത്. ഇനിയും എവിടെ വരെ പോകും എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കേണ്ടത്. ആ തെളിവ് കൃത്യമായിട്ടുണ്ടെങ്കിൽ നടപടികൾ മുന്നോട്ട് പോകേണ്ടി വരും. അതല്ലാതെ ആർക്കും ഇവിടെ വെച്ച് അത് തേച്ചു മാറ്റി കളയാൻ കഴിയില്ല. മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾ ഉദ്ദേശിക്കുന്നത് എവിടെ വരെയാണ്? ഇല്ല, തെളിവുകൾ കിട്ടുന്നത് വരെ. തെളിവുകൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് നീങ്ങണം. തെളിവുകളില്ലാത്ത കാര്യത്തിൽ കള്ളത്തെളിവുണ്ടാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നതേയില്ല. അതേസമയം ഹൈക്കോടതി പറഞ്ഞ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കറക്റ്റായി ഇത് മുന്നോട്ട് പോകണം. അത് ഇടയ്ക്ക് വെച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമാക്കരുത്. മുന്നോട്ട് പോകണം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ വേണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ശ്രീ തിരുവഞ്ചൂർ, ഇതിപ്പോൾ ഈ അന്വേഷണം SITയുടെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടൽ ഒന്നുമില്ലല്ലോ. അങ്ങനെ ബാഹ്യ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ പത്മകുമാറിലേക്കൊന്നും അന്വേഷണം എത്തില്ലല്ലോ. അപ്പോൾ ബാഹ്യ ഇടപെടൽ ഇല്ല, കോടതി മാത്രമാണ് മുകളിലുള്ളത് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമുണ്ട്. കോടതിക്ക് അത് ഉറപ്പിക്കാനും കഴിയുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും തെളിവുകൾ ഉണ്ടെങ്കിൽ ഏത് ഉന്നതനെയും SIT പിടിച്ചകത്തിടും എന്ന് നമുക്ക് ഉറപ്പിക്കാമോ? ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഹൈക്കോടതിയുടെ സ്റ്റേൺ സ്റ്റാൻഡാണ്. ഹൈക്കോടതി ഈ നിലപാടെടുത്തില്ലെങ്കിൽ ഈ കേസ് തന്നെ ഇല്ലല്ലോ. ആരും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ ഈ കേസ് ഉണ്ടായിട്ടുള്ളത്. ഇത് സ്വാഭാവികമായിട്ട് ഒരു സിയമോട്ട കേസെടുത്തു. ആ കേസിനകത്ത് ഹൈക്കോടതി ചില നിർദ്ദേശം കൊടുത്തു. അത് അന്വേഷിക്കുന്നതിന് വേണ്ടി കറക്റ്റായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കോടതി തന്നെ തീരുമാനിച്ചു. കോടതിയുടെ നിർദ്ദേശത്തിലും മേൽനോട്ടത്തിലും ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് കോടതിക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായി. ഇനിയും മുന്നോട്ട് എവിടെ വരെ പോകും എന്നുള്ളത് ജനങ്ങളും നോക്കുകയാണ്. കാരണം ഇവിടെ ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം മോഷ്ടിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെതിരായിട്ടുള്ള നടപടിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു മങ്ങലുമേൽക്കാത്ത വിധത്തിൽ ഈ SIT ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുകയല്ലാതെ മറ്റു മാർഗമില്ല. അതെവിടെ വെച്ച് അവര് അവസാനിപ്പിക്കുന്നോ അവിടെയാണ് നമ്മൾ ഫൈനലായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.